നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മുവിൽ തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ഇപ്പോൾ തങ്ങളുടെ മുൻ സൈനികരെ ഉൾപ്പെടുത്തുന്നുണ്ടോ? രാഷ്ട്രീയ റൈഫിൾസിൽ നിന്ന് 4 പേരെ കൊലപ്പെടുത്തിയ ദോഡ ആക്രമണത്തിന് ശേഷം ഈ സിദ്ധാന്തം വിശ്വാസ്യത നേടുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുന്നതിനിടെയാണ് സംശയം ബലപ്പെട്ടത്. ദോഡ ജില്ലയിൽ 2 ഇടങ്ങളിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. ബട്ട മേഖലയിലെ 2 ഗ്രാമങ്ങളിലാണ് ഏറ്റുമുട്ടൽ. 5 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് വിവരം. ഭീകരരെ പുറത്തു ചാടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പോലീസും സൈന്യവും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. അതിർത്തിയിൽ പാക് സൈന്യം പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ജമ്മു കാശ്മീരിലേക്ക് 50-ലേറെ ഭീകരർ കടന്നെന്നാണ് റിപ്പോർട്ട്. ഹിരാനഗർ മേഖലയിലൂടെ ഭീകരരെത്തിയെന്നാണ് സംശയം. ഇവർക്ക് പ്രാദേശിക സഹായമുണ്ടെന്ന് സൂചനയുണ്ട്. ചൈനീസ് അതിർത്തിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും സംശയിക്കുന്നു. തിങ്കളാഴ്ചയാണ് ഭീകരർക്കായുള്ള തെരച്ചിലും പോരാട്ടവും തുടങ്ങിയത്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ തെരച്ചിലിന് വെല്ലുവിളിയാവുന്നുണ്ട്. വിരമിച്ച പാകിസ്ഥാൻ സൈനികോദ്യോഗസ്ഥരും ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചനകൾ. ഹെൽമറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഇല്ലാത്ത ശരീരഭാഗങ്ങളിൽ കൃത്യമായി വെടിവെക്കാൻ ഭീകരർക്കായതാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം. പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ പങ്കും സംഭവത്തിലുള്ളതായി സംശയിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഫോഴ്സാണ് SSG. അവരുടെ അംഗങ്ങളെ അവരുടെ ഇന്റലിജൻസ് സർവീസിലേക്ക് ISI നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. ഏറ്റവും പുതിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഷാഡോ ഗ്രൂപ്പായ കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു. അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന കവചം തുളയ്ക്കുന്ന ബുള്ളറ്റുകളും US നിർമ്മിത M4 കാർബണൈഡുമാണ് ഡോഡ ഭീകരർ ഉപയോഗിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഡോഡ ഭീകരർ പുറം ലോകവുമായുള്ള ബന്ധവും ഒഴിവാക്കി വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന രീതി സൈനിക തലത്തിലുള്ള പരിശീലനമാണ് കാണിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ച 5 സൈനികരുടെ ഭൗതിക ശരീരങ്ങൾ ജന്മനാടുകളിൽ എത്തിച്ചു. സൈനികർക്ക് രാഷ്ട്രം വീരോചിതമായ അന്ത്യോപചാരം നൽകി. ജമ്മു ഡിവിഷനിൽ അടുത്തിടെ നടന്ന മറ്റു ഭീകരാക്രമണ സംഭവങ്ങളിൽ പാകിസ്ഥാന്റെ SSGയുടെ പങ്കാളിത്തം അന്വേഷിക്കുന്നുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് നുഴഞ്ഞു കയറുകയും ജമ്മുവിലെ ഉധംപൂർ, ദോഡ, കിഷ്ത്വാർ ജില്ലകളിലെ മുകൾ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന വിദേശ ഭീകരരെ ഇല്ലാതാക്കാൻ ജമ്മു കാശ്മീർ പോലീസുമായി സംയുക്തവും ഏകോപിതവുമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ഭീകരവാദം ഇല്ലാതാക്കാൻ നോർത്തേൺ കമാൻഡ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിരന്തരമായ പ്രവർത്തനങ്ങൾ തുടരുമെന്നും സൈന്യം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.